ഞങ്ങളോട് കരുണ പരിശുദ്ധനാ
അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്നതുകൊണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പൊളിവില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു തടവിലാക്കി. അവനെ കാപ്പാൻ നന്നാല് ചേവറുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിന്ന് നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളിയുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന് മുമ്പിൽ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മറയ്ക്ക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ നിന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താനൊരു ദർശനം കാണുമെന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ടും കർത്താവ് തന്റെ ദൂതനെ അയച്ചു. ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് യഹൂദജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞു. എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിവാതിക്കൽ മുട്ടിയാറെ യോദ്ധാവിന്റെ ബാല്യകാലത്തെ വിളി കേൾപ്പാൻ അടുത്തിരുന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ പടിവാതിൽ വിടാതെ ഭാഗത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവർ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പ്രകടിപ്പിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരും അറിയിപ്പാൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഏതുമായി ഉടനെ സർവ്വലോകവും ദൈവത്തിന് ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരജടവുമായ സന്നിധിയിൽ നീതിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പ്രചരണമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിനോ ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷി പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു.
ദൈവം തന്നെ പുറമേ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാനും താൻ നീതിമാനും യേശു വിശ്വസിക്കുന്നവനെ നീതിയിരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് അവന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആഹാ പാർക്കുമോ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുവാനാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധമായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനിൽ സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്നും മറിയാമിൽ നിന്നും ശരീരമെടുത്ത ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകരുമാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമമെന്ന് വീട്ടുടയറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നിൽക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസനും ബുദ്ധിമാനുമായ ദാസനാർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനവനെ തനിക്കുള്ള സകലത്തിന്റെ മേലും യജമാനാക്കി വയ്ക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടി ഇരുന്ന് കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരുത്തിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചറിയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകട്ടെ. 152 കർത്താവേ നിന്ദാനന്മേൽ ഭരണേൽക്കവല്ല ഇമേൽ
വിശുദ്ധന്മാരും തിരുവനെ തോഷിക്കണമേ. ബാറയ്ക്കുമോ സ്തോമൻ കാലോ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്വാതന്ത്ര്യവും ബ്രഹ്മയും മാന്യമാകാത്ത നല്ലവും നിത്യവും നിത്യവും ഇടവിടാതെ കരയുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. ശൂന്യതയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് യഥാർത്ഥ സ്ഥിതിയിലാക്കി തീർത്ത ഉന്നതനും ഉത്കർഷനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്ര സ്വീകാരത്തിന് ഞങ്ങളെ നിയോഗിച്ച പ്രധാനാചാര്യനുമായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളിലും നാഴികളും കാലങ്ങളിലും തന്റെ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നതായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ പരിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ക്ഷമിക്കുകയും തുടർന്ന് നയിക്കുകയും അവയവർക്ക് ആദരിക്കുകയും ചെയ്യുന്നവരുമാകുന്ന ദൈവത്തമ്പുരാനെ സ്നേഹപൂർവ്വമാരുടെ കർത്താവേ, അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സഹജനത്തിന്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദൈവങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥാ, മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽപാന്മാരുടെയും വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ വർഗ്ഗങ്ങളായ എല്ലാ വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പരിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ വേന്തളിക്കണമേ. കർത്താവും ബൗദ്ധത്തിന്റെ നാഥനുമാകുന്ന രാജാവേ, ഞങ്ങൾക്കും അവർക്ക് നീ വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളി ഞങ്ങളെ സഹായിപ്പാൻ വന്നിയരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി വാങ്ങിക്കണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോടികൾ ഞങ്ങളിൽ നിന്ന് വിലക്ക് നീക്കിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അവിടെ നന്മരാക്കി തീർക്കണമേ.
സാഫല്യം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുഗോല സുബാലവൽമീ. എന്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമേടനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിലെ നിന്റെ വഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസസ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാപരിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ നീ ഉയർത്തുകയും കർത്താവേ, നിന്നെ സ്തുതിക്കുന്നവരായ ക്രോബന്മാരുടെ ഗണത്തിൽ ക്രോബന്മാരുടെയും നിനക്ക് ആദേശ പാടുന്നവരായ ശ്രോബന്മാരുടെയും ഗണത്തിൽ എന്നെ നീ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. കണ്ടാലുമിതാ അന്തിമയമായി സ്ഥലത്ത് നിന്റെ അഗ്നിജ്വാലയുടെ മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ചൊരിയണമേ. കടക്കാരുടെ കടച്ചീടിനെ കേറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. അടിയങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ സ്മരണയിൽ നിന്ന് പൂർണ്ണമായി നീക്കിക്കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരികെ വന്ന് തിരുവൻപാക സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും എല്ലാ അനീതികളിൽ ഞങ്ങളെ നിർമ്മലരാക്കി തീർന്ന് ഒരിക്കലും നശിച്ചുപോകാത്ത വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ പരമാനന്ദത്തിന് ഞങ്ങളെ ഉള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുഗോല സുബാലവൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു. ഉത്തരവായിട്ട് ദൈവത്തോട് പറയുന്നതെന്നാൽ സഹോദരങ്ങളുടെയും
പിതാക്കന്മാരെ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്നോ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെ ജയിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവി ഒരു
സ്നേഹവും ഐകമത്യവും പരിപൂർണമായ സമാധാനവും ഞങ്ങൾക്ക് സമൃദ്ധിയായി നൽകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ താന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, അന്യോന്യം സോമോ നൽകിൻ കർത്താവിൻ സോമോ തമ്മിൽ വാസം ചെയ്തിടക്കണം. തമ്മിൽ ചുംബിക്കണം. സോമോയും ശൈലോയും നമ്മെ വാക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ തലകുനിക്കുന്നു. നിന്റെ പരിശുദ്ധ മധുവായ മുൻപാകെ ഞങ്ങളുടെ തലകൾ വിളിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ സമൃദ്ധിയായ ആവാസം നൽകുമാറാക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. എല്ലാ ശുദ്ധവിചാരങ്ങളെയും ഞങ്ങൾ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെയും മനസ്സുകളെയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും തുടങ്ങുന്നു. വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും ഉണയ്ക്കുന്നു. അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശികാതമ്പുരാനിരിക്കുന്നിടമായ
ചെയ്യാം. പരലോകമേ കർത്താവേ, സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, പരിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സ്തുതിവചനങ്ങൾ കീർത്തിച്ച് ഞങ്ങളും ആദേശവാണി ഉച്ചേശ്വരൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ഭൂമിയിൽ വന്നിരിക്കുന്നു പരിശുദ്ധൻ ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനുമായി വാഴ്ത്തപ്പെടുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടത്തോടെ മരണമനുഭവിക്കാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിലെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെടുവാൻ വരുന്ന ആ രാത്രിയിൽ നിർമ്മലവും കളങ്കരഹിതവും പരിശുദ്ധവുമായ തന്റെ തൃക്കൈകളിൽ അമ്പപ്പെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച ശേഷം സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത്. വല്ലായേ നല്ലോലം വന്ദേ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ ജീവന്റെ കാസായം തന്നെ കൊണ്ടു. ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്തുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചെയ്യപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ പുതിയ നിയമരക്തമാകുന്നു ഇത്. ഇതിന്റെ കൂടെ തന്നെ ഈ രഹസ്യത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴൊക്കെയും ഞാൻ വരുന്നത് വരെ എന്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങളോട്
പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയുള്ള ബ്രഹ്മജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും ദൈവാന്തരം നിന്നോടുകൂടും നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപൂർവം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാകാവുകലാവോ കാതുമറോ അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികത്ര ഭയങ്കരവും ഈ സമയത്ര ഭമിക്കത്തക്കതുമാവുന്നു. നിങ്ങൾ അടക്കത്തോടും ഹൃദയത്തോടും നിന്നുകൊണ്ട് എന്നോട് നീ ഉത്തരവരുളേണമേ. കർത്താവേ എന്നോട് നീ ഉത്തരവരുളേണമേ. കർത്താവേ എന്നോട് നീ ഉത്തരവരുളി ചെയ്തുന്നവനെ ദൈവത്തോന്നി എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ജീവൻ നൽകുന്ന ശരീരമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. ഈ ഗാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ തമ്പുരാന്റെ ജീവൻ നൽകുന്ന ശരീരമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ ഈ തിരുശരീര രംഗങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധമാക്കി തീർക്കണമേ. നിത്യാജീവനുള്ളവരായി ഭവിക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകോല സുബാലവൽവേ. ആയുഷ്കാലത്തിൽ നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ വിളിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരി വന്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ താനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും ഇതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ ഇതിലവിടുന്ന് നിലനിർത്തുമാറാകണമേ. നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ
അയച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീയെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴിലെ സമയത്ത് ഞങ്ങൾ ഓർക്കാനായിട്ട് നിസ്സാരം വിനേന്ദ്രമങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസം സത്യക്രിസ്ത്യാനമായ ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്രമങ്ങളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷാ ശബ്ദം നീ കേൾക്കണമേ. നിന്റെ സ്വഭാവന കാണിക്കുന്ന കാഴ്ചകളെയും ആദിഫലങ്ങളെയും അവിടുന്ന് കൈക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ ദൈവമേ, അവിടുന്ന് ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ സത്യവിശ്വാസങ്ങൾ ദുർബിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സർവ്വതാങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സ്വർണ്ണമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഭരിക്കുന്നവരുടെ മനസ്സുകളെ നീതിബോധമുള്ളവരാകെ തീർക്കണമേ. അസൂയാലുകളുടെയും ശത്രുക്കളുടെയും തിന്മകളുടെ മനുഷ്യരുടെയും കൈകളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് വീടുകൊള്ളുമാറാകണമേ. നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ ബാബുകോല സുബാനവൽമേ. ഭൂമിയിലെ സ്ഥലവൃക്ഷങ്ങൾക്ക് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവരും വിശുദ്ധിയുള്ളവരും മഹത്വമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും നിത്യകന്യകയും ഭാഗീയതുമായ ദൈവമാതാ മറിയാമിനെ ഞാൻ ഓർക്കുന്നു. അവളുടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസവക്കാരായ സ്ത്രീയന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സൗദിയന്മാരെയും മോദിയന്മാരെയും ഭാഗ്യവാൻ തന്റെ യജമാന്റെ മുന്നോട്ടുകാരനുമായ മാറിയോഹന്നാൻ മാതാനായും ഷന്മാശന്മാരും പ്രധാനിയും സൗദന്മാരും ഗുരുമായ പരിശുദ്ധനും മഹത്വങ്ങളുമായ മാർ സ്തേഫാനോസിനെയും ശ്രീയന്മാരുടെ തലവന്മാരായ ബന്ധപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലിയായെയും ശേഷം ചില ശുദ്ധിമാന്മാരെയും ശുദ്ധിതുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറക്കണമേ. അവരുടെ അടികളിൽ ഞങ്ങളെ നിലനിർത്തണമേ. നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ ബാബുകോല സുബാനവൽമേ. ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുമ്പോട്ട് വിശ്രമിക്കുന്നവരെയും നിഖ്യാലും പോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ നിങ്ങളുടെ പിതാക്കന്മാരെയും പുരുഷന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും മുസ്ലിഹായും സാധായമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിയോനാസ്യോസും അഥാനാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും പീലക്സിനോസും അന്തിമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരയായി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചത് സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സമൂഹങ്ങളുടെയും വിവേകമുള്ള വായും തോണം മലപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചസ്ഥലവും പറയാം സംശയം കൂടാതെ ദൈവമാതാവ് എല്ലാ
എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ ഞങ്ങളുടെ പാത്രമാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തുന്ന നീതിമാൻ പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബർദ്ധനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസാഖും മാർ ബാലായും ദുഃഖന്മാരിൽ തലവനായ മാർ ബർസുമായും മാർ ശിവോദസ്തനെയും ദുരിതരക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബസേലിയോസും മലങ്കരുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ മുമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഫലമേൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരോടുകൂടി ഭാഗ്യകരമാം നിന്നെ നിന്റെ ഏകരാധനെയും പരിശുദ്ധാത്മാവിനെയും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിച്ചു പുകഴ്ത്തുവാൻ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. ഓശോ സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മക്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാവങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുപോകാനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായി തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും ഭാവമാനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ പരേതരുടെ തെറ്റുകൾ കർശനമായി പരിശോധിക്കരുതേ. എന്നാൽ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്റെ ഏകരാജൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപങ്ങളുടെ മോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പരേതരിൽ നിന്നും പാപത്തിന്റെ ചുമടുകളെ നീക്കിക്കളയണമേ. ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധമായ പ്രമാണ ലംഘനങ്ങളും ഞങ്ങളോടും അവരോടും ക്ഷമിക്കണമേ. അതുപോലെ സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാറുകളുടെയും നാമങ്ങളോടുകൂടി സകലത്തിൽ വന്ന പോലെ ഈ കുർബാന വഴിയായി മൗദീകരിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ ബാബുകോല സുബാലവൽമേ. തന്റെ തിരുനാമത്തിൽ ലോകങ്ങളോളവും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേ
സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടി ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു, വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകജാതനെ വന്ദിക്കുകയും ജീവനുള്ള തന്റെ വിശുദ്ധ റൂഹായെ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിന്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ ബലമേൽപ്പിച്ചു തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിതർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും സമീപസ്ഥർക്ക് നല്ല കാവലും ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുക്കും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലാപത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തുഷ്ടിയും വിധവമാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണമോചനവും ആചാരത്തിന് നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെണ്മയും കൊടുക്കുകയും നിന്റെ നിരപ്പ ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വായുകളും മധുരങ്ങളും അവിടുന്ന് തുറക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കുകയും ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിവാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സ്വരത്തിൽ ചൊല്ലുന്നു, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, Lord.
പരീക്ഷകളിൽ നിന്നുള്ള കാവൽക്കാരനും ആപതനർത്ഥങ്ങളിൽ നിന്നുള്ള സംരക്ഷകനും അവിടുന്ന് തന്നെ ആയിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗത്വവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും ആകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. തലകുനിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കി തീർത്ത നിന്റെ ഗജാതന്റെ തിരുശരീര രംഗങ്ങളിൽ വെടിപ്പോടെ സംബന്ധിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. അവൻ മുഖാന്തരവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും എപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും ആദ്യം അന്തവും ഇല്ലാത്തതും സാരാംശത്തിൽ സമ്പൂർണവുമായിരിക്കുന്ന പരിശുദ്ധ തത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്ന ഉപദേശേ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ അമൂല്യമായ പങ്കപാടുകൾ മൂലം അതിനെ രക്ഷിച്ചുവെന്ന ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്ന് വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ ആരേലോകേണം
സ്തുതികളും പാടുമോ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പന്തേരും ബഹുമാന്യരുമായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവർ, ഒരിക്കൽ കൂടി പുണ്യവും പുരാതനവുമായ ഈ ദേവാലയത്തിൽ വരുന്നതിന് ഇവിടെ കവറടങ്ങിയിരിക്കുന്ന ചേപ്പാടുമാർ ദീവന്യാസ്യോസ് തിരുമേനിയുടെ ഈ ഓർമ്മ പെരുന്നാളിൽ പങ്കാളിയാകുന്നതിന് അവസരമുണ്ടായതിൽ ഏറെ സന്തോഷമുണ്ട്. മുൻപും പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങൾക്ക് ഈ ദേവാലയത്തിൽ വരുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇന്നലെ ഭാഗ്യസ്മരണാർഹനായ ഈ പിതാവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഓത്തോമസ് അച്ഛൻ സവിസ്തരം ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രസ്താവിച്ചു. വാട്ട് മേക്ക് എ ലൈഫ് ഗ്രേറ്റ്? എന്താണ് ഒരു ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത്? ദൈവികമായി ഒരു ജീവിതത്തെ മഹത്വപൂർണമാക്കി തീർക്കുന്നത് പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ പരിശോധിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കണ്ടെത്തിയത്. ഒന്ന് അവയർനെസ്, രണ്ട് കമ്മിറ്റ്മെന്റ്. അവനവനെ കുറിച്ചുള്ള ഒരവബോധം, തിരിച്ചറിവ്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്? ഈ തിരിച്ചറിവിന്റെ ആത്മാവിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ദൈവാത്മാവിൽ നിറവേറ്റുവാനുള്ള പ്രതിബദ്ധത. ഈ പിതാക്കന്മാരുടെ ഒക്കെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് അവരുടെ പ്രാർത്ഥനയും അവരുടെ അനുഷ്ഠാനങ്ങളും എല്ലാം ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, വ്യാപനമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന ഇതാ: ആകയാൽ സഹോദരന്മാരെ, ഞാനത് ഇന്നത്തെ വായനയിൽ സഹോദരങ്ങളെ എന്നാക്കട്ടെ. ആകയാൽ സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നിങ്ങൾ അധികം ശ്രമിപ്പീൻ എന്ന ഒരു പരിഭാഷ. വേറൊരു മലയാള പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നു:
നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നിങ്ങൾ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും എന്ന്. ഇന്ന് നാം ആരുടെ ഓർമ്മ കൊണ്ടാടുന്നുവോ ഈ പിതാവ് തൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നതിൽ ഏറെ ബദ്ധശ്രദ്ധാലു ആയിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. 4-5 പ്രഗത്ഭരായ മൽപ്പാന്മാർ വൈദികർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നറുക്കിട്ടാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. ആ കൂട്ടത്തിൽ ആഞ്ഞിലിമൂട്ടിൽ ഫിലിപ്പോസ് മൽപ്പാനും ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം നറുക്കിട്ടു എന്ന ചരിത്രത്തിൽ ഞാൻ കണ്ടത്. 2 പ്രാവശ്യവും ആഞ്ഞിലിമൂട്ടിൽ ഫിലിപ്പോസ് മൽപ്പാന്റെ പേരാണ് കിട്ടിയത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഇത് ദൈവികമായൊരു നിയോഗമാണ് എന്നുള്ള തിരിച്ചറിവിൽ അതിനെ തൻ്റെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് പരമാവധി ഭംഗിയാക്കി കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു. 2 പ്രധാന പ്രതിസന്ധികളായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നും ഇന്നും ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രധാന പ്രതിസന്ധികൾ ഇതൊക്കെയായിരിക്കും. 1, അന്ത്യോക്യൻ അധീശത്വം മലങ്കർ സഭയുടെ മേൽ സ്ഥാപിക്കാനുള്ള ശ്രമം. ആത്മീകമായും ഭൗതികമായും ഈ സഭയുടെ മുഴുവൻ കർത്തൃത്വവും ഏറ്റെടുക്കുവാനുള്ള ശ്രമം ഒരു വശത്ത്, മറുവശത്ത് പണം കൊണ്ടും പ്രതാപം കൊണ്ടും മറ്റു പല സ്വാധീനങ്ങൾ കൊണ്ടും ഈ സഭയുടെ വിശ്വാസത്തെ തകർക്കുവാനുള്ള ശ്രമം മറുവശത്ത്. 2 കൊമ്പുകൾ പോലെയാണ് ഇത് നിൽക്കുന്ന. ഒരേ സമയത്ത് ഇതിനെ രണ്ടിനെയും ഒരുപോലെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഒരു വേള ഈ മിഷണറിമാര് അവരുടെ വിശ്വാസം ഈ പിതാവിൽ കൂടി ഈ സഭയിൽ നടപ്പാക്കി എടുക്കുന്നതിന് അന്ന് 1836 കാലഘട്ടത്തിൽ 1000 രൂപ വരെ അദ്ദേഹത്തെ കൊടുത്ത് സ്വാധീനിക്കാനായിട്ട് നോക്കി അവര്. ഇന്ന് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വളരെ നിസ്സാരമായിരിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, ഇത്രയും ഏതാണ്ട് 100, 160 അല്ലെങ്കിൽ അതിലധികം വർഷങ്ങൾക്ക് മുമ്പ് 1000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. പണം കൊടുത്ത് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചപ്പോഴും എന്താണ് തൻ്റെ വിളി, എന്താണ് തൻ്റെ നിയോഗം, ആ തിരിച്ചറിവിൽ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രതിബദ്ധതയോടെ അദ്ദേഹം പ്രവർത്തിച്ചു. പണത്തിൻ്റെ മേലും പരുന്തും പറക്കുകയെന്നൊക്കെ ചൊല്ലുണ്ട്. പക്ഷേ ദൈവാത്മാവുള്ള മനുഷ്യർക്ക് പണവും ഒന്നും ഒരു വിഷയമല്ല. അപ്പോൾ എനിക്ക് ഓർമ്മിക്കാനായിട്ടുള്ളത്, സ്ഥാനം ഏതുമാകട്ടെ, പദവി ഏതുമാകട്ടെ, ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് അതിനെ ആത്മീയവും ഭൗതികവും എന്ന് ഇങ്ങനെ വേർതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. ഏത് മണ്ഡലത്തിലായിരുന്നാലും, ഏത് സ്ഥാനത്തിരുന്നാലും, ഏത് ഉത്തരവാദിത്വമായിരുന്നാലും ഇത് ദൈവമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന്, ഇതൊരു ദൈവീകമായ നിയോഗമാണ് എന്നുള്ള തിരിച്ചറിവിൽ ദൈവഭയത്തോടെ അത് നിറവേറ്റുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ചേപ്പാടുമാർ ദിവന്യാസിൽ കാണുന്ന ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് തൻ്റെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും താൻ വഹിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചുമുള്ള അവബോധവും അതിന് അനുയോജ്യമായ ഒരു പ്രതിബദ്ധതയും. ഇത് എവിടെയൊക്കെ നഷ്ടപ്പെടുന്നുവോ അവിടെയൊക്കെ അപജയങ്ങൾ, അബദ്ധസഞ്ചാരങ്ങൾ,
അപകടങ്ങൾ ഉണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. സ്ഥാനമേതുമാകട്ടെ, പദവി ഏതുമാകട്ടെ, ഉത്തരവാദിത്വം ഏതുമാകട്ടെ, ചെയ്യുന്നത് ആരുമാകട്ടെ, വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഉള്ള വ്യക്തമായ ദൈവാത്മാവിലുള്ള ഒരു അവബോധം ഉണ്ടാകണം. അത് ഈ ചേപ്പാട് തിരുമേനി അത് അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് പിതാക്കന്മാർ എന്നെ ബലമേൽപ്പിച്ച വിശ്വാസം അത് അതേപടി അടുത്ത ആളിന് കൈമാറി കൊടുക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത. സ്വാധീനങ്ങൾ, സാമ്പത്തിക സ്വാധീനവും മറ്റു പല സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ അദ്ദേഹം വിലമതിച്ചത് ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വത്തിൽ, ഈ വിശ്വാസത്തിൽ, ഈ പണത്തിന്റെ പ്രലോഭനത്തിൽ അദ്ദേഹം അല്പം ചാഞ്ഞു പോയിരുന്നെങ്കിൽ മലങ്കര സഭയുടെ ഇന്നത്തെ വിശ്വാസ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. രണ്ടാമത്, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അന്നത്തെ വിശ്വാസ സമൂഹത്തെ കുറിച്ച് ഇന്ത്യയിൽ ആദ്യം ഇവിടെ വന്ന ആംഗ്ലിക്കൻ മിഷണറി ഡോക്ടർ കെയർ, അദ്ദേഹം ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു സാക്ഷ്യക്കുറിപ്പുണ്ട്. നമ്മുടെ പൂർവികരെ കുറിച്ച്. ഒന്ന്, അവർ സത്യസന്ധരായിരുന്നു. രണ്ട്, ധാർമ്മിക നിലവാരത്തിൽ അവർ ഉയർന്നു നിന്നിരുന്നു. മൂന്ന്, പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും അനുസരിക്കുന്നവരായിരുന്നു. നാല്, ഇവിടുത്തെ നായർ സമൂഹത്തിന്റെ മുൻപാകെ അവർക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അഞ്ച്, തിരുക്കൊച്ചി ഈ പ്രദേശത്ത് നായന്മാർ കഴിഞ്ഞാൽ പിന്നീടുള്ള സ്ഥാനം ഈ വിശ്വാസികൾക്ക് ഇവർക്കായിരുന്നു എന്ന്. നമ്മുടെ അത്രയും അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായി കാണില്ലായിരിക്കും. നമ്മുടെ അത്രയും സാമ്പത്തിക പുരോഗതി നമ്മുടെ ആ പൂർവിക സമൂഹത്തിന് ഉണ്ടായി കാണില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അത്രയും അതിമിടുക്കും ഇല്ലാതിരുന്നിരിക്കും. പക്ഷേ അതൊരു സാക്ഷ്യ സമൂഹമായിരുന്നു പ്രിയമുള്ളവരെ. അവർ സത്യസന്ധരായിരുന്നു. ഇപ്പോൾ ദിവസവും പത്രം നോക്കുകയാണെങ്കിൽ ലുക്ക് ഔട്ട് നോട്ടീസ് കാണാം. പണ്ട് വിരളമായിരുന്നു, ഇന്നത് വ്യാപകമായി. പണ്ട് ക്രിസ്ത്യാനികളുടെ ഫോട്ടോയും പേരും ലുക്ക് ഔട്ട് നോട്ടീസുകളിൽ ഇല്ലായിരുന്നു, ഇന്നത് വ്യാപകമായി. പണ്ട് സ്ത്രീകൾ ആ ഗണത്തിൽ പെട്ടില്ല, ഇപ്പൊ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ലുക്ക് ഔട്ട് നോട്ടീസിൽ സ്ഥാനം പിടിക്കുന്നു. പണ്ട് ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു. ഇന്ന് വിദ്യാസമ്പന്നരാണ് ഈ കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത്. എവിടെ എത്തി നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം? എം.കെ. ഹരികുമാർ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു പ്രസിദ്ധ കോളമിസ്റ്റും ഗ്രന്ഥകാരനുമൊക്കെ എൻ്റെ ഒരു സ്നേഹിതൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു നോവൽ ജലഛായ എന്ന് പറയുന്ന ഈ നോവലിൽ അദ്ദേഹം ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കുക ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിതമാണ്. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് തന്റെ കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കാൻ സുവിശേഷ സത്യങ്ങളും സ്വകാര്യ ജീവിതവും സന്ധിച്ചേ മതിയാകുകയുള്ളൂ എന്ന്. ഞാനത് അടിവരയിട്ടിട്ട് എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടു. സുവിശേഷ സത്യങ്ങളും സ്വകാര്യ ജീവിതവും, ഇത് രണ്ടും കൂടെ നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇത് രണ്ടും കൂടെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് ജീവിതം കോംപ്രമൈസ് ചെയ്യുന്നത് ഏതിനോടായിരിക്കണം? ജീവിതം അനുരഞ്ജനപ്പെടുന്നത് ഏതിനോടായിരിക്കണം? സുവിശേഷ
സത്യങ്ങളോട്. ഇന്നലെ ബഹുമാനപ്പെട്ട ഓത്തോമസ് അച്ഛൻ പറഞ്ഞല്ലോ, ഒരു കടലാസ് പോലും വന്ന് പിന്നെ മലങ്കരയിലില്ല, മെത്രാച്ചന്മാരുടെ കയ്യിലില്ല, സുവിശേഷം എല്ലാ വീട്ടിലുമില്ല, മലയാളത്തിലായിട്ടില്ല, വ്യാപകമായ വായനയില്ല. പക്ഷേ ആ തലമുറ, നമ്മുടെ പൂർവികർ, എനിക്ക് അവരെ കുറിച്ച് രോമാഞ്ചം കൊള്ളുന്നു പ്രിയമുള്ളവരെ. ഇതൊന്നുമില്ലാഞ്ഞിട്ടും വിദേശത്ത് നിന്ന് വന്ന ഒരു ഇംഗ്ലീഷ് മിഷണറി അവരെ കുറിച്ച് എഴുതി. സത്യസന്ധരായിരുന്നു, ധാർമ്മികതയിൽ ഉയർന്ന നിലയിലായിരുന്നു അവർ. പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും അനുസരിക്കുമായിരുന്നു. ദൈവഭയം ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം എന്താ? ഇതൊക്കെ തന്നെയാണ്. സത്യസന്ധത, ധാർമ്മിക നിലവാരം, അനുസരണം. ഇത് ഈ സാമ്പത്തിക കൊഴുപ്പിന്റെ അതിപ്രസരം ഏറി വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ മുമ്പിൽ, ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് ഉയർത്തി പിടിക്കാൻ എന്തുണ്ട് എന്ന് പ്രിയമുള്ളവരെ നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക. ചാതുർനീതിയനിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരുമിക്കല്ലേ, നിന്ദാസണ്ടാവേ നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ. അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണോ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ലവന്റെ അന്ത്യവും നിത്യവും ഇടവിടാതെ കരയേറ്റുവാൻ മൺമേരായ ആചാര്യന്മാരെ തനിക്ക് തെരഞ്ഞെടുക്കുകയും ദിവ്യാധികാരത്താൽ അവരെ അലങ്കരിക്കുകയും ആവശ്യക്കാർക്ക് തന്റെ സമ്പത്തിനെ വിഭജിച്ചു കൊടുക്കാനായി തന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അവരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവിന്റെ സ്തുതി. തനിക്ക് ഞങ്ങളുടെ മഹാപുരോഹിതനും അവിടുത്തെ ദാസനുമായ ജയപാടുമാർ ദിവന്യാസിയോസ് പോലത്തായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും സ്തോത്രവും ആരാധനയും കരേറ്റും പുലഹുന്യമോ സ്വതഹായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ താൽക്കാലികമായി വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ആചാര്യന്മാരുടെയും പ്രത്യേകാലിപ്പോ ഞങ്ങൾ സ്മരിക്കുന്ന ഈ പിതാവിന്റെയും ഓർമ്മയനുഷ്ഠിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രതിപകരം ചെയ്യുവാനായി നീ വരുമ്പോൾ വെടിപ്പോടെ നിനക്ക് ആചാര്യവേല ചെയ്തിട്ടുള്ള നിന്റെ സ്നേഹന്മാരുടെയും അറിയിപ്പുകാരുടെയും കൂട്ടങ്ങളിൽ ഭാഗ്യമുള്ള പ്രതിഫലം നീ അവർക്ക് നൽകണമേ. അവർ ശുശ്രൂഷിച്ചിട്ടുള്ള അതിന്റെ വിശുദ്ധ കൂദാശകളുടെ കൃപ നിമിത്തം പാതാളത്തിലെ അതിവേദനകളിൽ നിന്ന് അവരെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. കൂദാശകൾ മൂലം അവരിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ നൽവരങ്ങളിലും ദൈവീയ ധ്യാനത്തിലും ഇമ്പപ്പെടുവാൻ അവരെ
യോഗ്യന്മാരാക്കി തീർക്കണമേ. അവർ ദീർഘദർശിമാരുടെ കൂടെ ആനന്ദിക്കുകയും സ്ലീഹന്മാരുടെ കൂടെ സ്തുതിക്കുകയും പുണ്യമുള്ള പട്ടക്കാരുടെ കൂടെ തന്നെ വാഴ്ത്തുകയും സ്തുതിജീവാകപ്പെട്ട ശുശ്രൂഷകരുടെ കൂടെ ഇടവിടാതെ സ്തുതികൾ സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ സഹോദരത്തിന്റെ പ്രധാനാചാര്യനായ യേശു മിശിഹ സ്വർഗീയാദിയാതന്മാരുടെ സഭയിൽ പ്രകാശത്തിന്റെ മക്കളോടുകൂടെ അവന്റെ മുൻപാകെ കാണപ്പെടുമാറാകണമേ. അവരോടുകൂടെ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുമാറാകണമേ. പാറക്കുമോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് നാം കൈക്കൊള്ളുമാറാകട്ടെ. പരമാതിനുയരെ കർത്താവേ വിശുദ്ധ കുർബാന ലഭിക്കുവാൻ മുന്നോട്ട് വരുന്നവർ മോശം പ്രാപിച്ചവരോ ഉപസാരിച്ചവരോ ആയിരിക്കണം. അല്ലാതെ ത്രാനത്തിന് വരരുത്. രണ്ട് ലൈനായിട്ട് മുന്നോട്ട് വന്ന് വിശുദ്ധ കുർബാന ഭക്തിയോടെ സ്വീകരിച്ച് പോകണം. തിക്കും തിരക്കും ഉണ്ടാകാതെ മോശം പ്രാപിച്ച് ഉപസാരിച്ചതിന് മാത്രമേ മുന്നോട്ട് വന്ന് കുർബാന സ്വീകരിക്കാവൂ. പ്രത്യേകമായിട്ട് കൈക്കൊള്ള
കേൾക്കണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുവിഷത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടി സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമേൻ. തവമേ രക്തങ്ങൾ ഉൾക്കൊണ്ടോ ഞങ്ങൾ ബലിയും ദണ്ഡനവും വേണരുതേ. ഒട്ടോസിച്ചോ പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുനരുദ്ധാനത്തിനും നിത്യമായ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്യുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ഇടിയാർക്ക് പുണ്യമിറങ്ങി വരുവാനാകണമേ. കർത്താവേ, കാണപ്പെടാതല്ലാത്തതിന്റെ വലതുകരം തേടി ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരവും തിരുരംഗവും അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായെന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരും സമ്മതിക്കുന്നവരുമായി എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും ശരിയപ്പെടുമാറാകട്ടെ. ഞങ്ങൾ വിഷയിലുവന്ന തിരുശരീരവും ഞങ്ങൾ വാങ്ങി ചെയ്തുവെന്നുള്ള നിന്റെ അടിയാനാകുന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് തീരരുതേ. എന്നാലോ ജീവനും രക്ഷയ്ക്കുമായിട്ട് തന്നെ ഭവിക്കണമേ. ദൈവതമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ശരണം നീ
പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇടവിടാതെ സ്തുതികരേറ്റുന്നു. ഓശോ വാവുകോല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിശ്വസനീയനുമാകുന്ന ദൈവമേ, ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വാവുകോല സുബാലവൽ ഉലകിൻ പാപം പോകാൻ സ്വയമേ ബലിയായി തീർന്നു. മനുഷ്യനന്ദനായോരുടെയോൻ ശ്രേഷ്ഠാചാര്യ സമയെ സേവിച്ച ജപാലകനായി ഉലകം വീണ്ടോ മോർലിവന്യാസ്യോസിനെ ഓർക്കണമേ നിൻ വാനവ ബലിയിൽ. പുരോഹിതനിവിടുണ്ടായൊരു കുറവുകളല്ല തുടരുന്നതിനുടെ ബലിയൻ കൃപയാൽ മാനിടണമേ. ആടുകളോ നീ പാലകനന്ത്യം വാനവകേ പുണ്യഗണത്തിൽ തിരുസന്നിധിയിൽ മോദിക്കണമേ. എന്റെ വാത്സല്യമുള്ളവരും സഹോദരങ്ങളുമേ, നമ്മുടെ കർത്താവിന്റെ പാപപരിഹാരപ്രദമാകുന്ന ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങളേവരും പ്രാപിച്ചിട്ടുള്ള വാഴുകളോടും അനുഗ്രഹങ്ങളോടും വഴിയാകാരങ്ങളോടും കൂടി പരിശുദ്ധ തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുവേ. ദൂരസ്ഥന്മാരോടുകൂടി സമീപസ്ഥന്മാരും
മനുഷ്യരോടുകൂടി ജീവനുള്ളവനും കർത്താവിന്റെ ജയമുള്ള സ്ലീമായാൽ രക്ഷിക്കപ്പെട്ടവനും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്വായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ ദൃഢ നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുകയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും ഭാവിയും ദാസനുമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ ലഭിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുവേ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേ.